الله أكبر الله أكبر. أشهد أن لا إله إلا السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله. കാത്തുകൊള്ളണേ റബ്ബേ. പാവങ്ങളെല്ലാം പൊരുത്തപ്പെടണേ തമ്പുരാനെ. അല്ല ഉസ്താദ് എപ്പോഴാ വന്ന്? ഞാൻ സുബൈക്ക് ഇറങ്ങുമ്പോ കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു മൂപ്പര്. ഈ ഉസ്താദിനെന്താ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല്? ആള് മോളിലുണ്ടല്ലോ, നിങ്ങൾ പോയി ചോദിക്ക്. ഇന്നലെ മട്ടന്നൂരിൽ നിന്നൊരു കൂട്ടർ വന്നിരുന്നു ഉസ്താദിനെ കാണാൻ. രാത്രി ഞാൻ പീടിയോ പൂട്ടുവോളം അവര് ഈ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നു. ഓരോ ഉസ്താദിനെ കണ്ടോ ആവോ. അല്ല ഉസ്താദ് മുകളിലില്ലാണ്ടായാല് ഹൈദറിന്റെ കച്ചവടം പൂട്ടേണ്ടി വരുമോ? എന്റെ കച്ചവടം മാത്രം. ഉസ്താദ് മോളിലില്ലാണ്ടായ ഈ നാടിന്റെ തന്നെ കച്ചവടം പൂട്ടൂലേ? ഉസ്താദിന്റെ എത്ര കറാമത്തുകളാണ് നമ്മൾ കണ്ടേ. ബാർബർ പോക്കറിന്റെ മോളെ പെരാന്ത് മാറ്റിയില്ലേ? കാണാണ്ടായ ഉസ്മാന്റെ പുയ്യാപ്പിള ബോംബെയിലുണ്ടെന്ന് പറഞ്ഞത് ഉസ്താദല്ലേ? ഉസ്താദിന്റെ കൈനീട്ടത്തിന്റെ വില അറിയാലോ. ഉസ്താദ് കൊടുത്ത ചില്ലറയെന്ന മരക്കച്ചവടക്കാരൻ ജോൺസൺ മരമില്ലും ഇക്കാണുന്ന സ്വത്തുക്കളും ഉണ്ടാക്കിയത്. അസർപ്പ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. ഞാനിത് ഉസ്താദിന് കൊടുത്തിട്ട് വരാം. ഹൈദറെ, രണ്ട് ദിവസമായിട്ട് യാത്രയായിരുന്നു. യാത്രകൾ
അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളാണ്. മിനിഞ്ഞാന്ന് മീനങ്ങാടി പള്ളി കിടന്നു. ഇന്നലെ പാനൂര് കുഴപ്പമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ബസ് വരുന്നില്ലായിരുന്നു. അസുമയിലാരെ കണ്ടേ പിന്നെ മനസ്സിലാകപ്പാടൊരു വിഷമം. എനിക്കും അസുമയിലായിരിക്കും ഒരേ പ്രായം. നീ ആ പുക തിന്നണ്ട. വെള്ളം ചൂടായിട്ടുണ്ട്. ഈ എന്നെ ഒന്ന് ദേഹത്ത് പിടിക്കട്ടെ. ആ, എന്നോട് പറയാൻ വന്ന കാര്യം മറന്നു. വരുന്ന വഴിയിൽ ബസ്സിൽ കണ്ടൊരു പഴയ ചങ്ങാതിയാ പറഞ്ഞത്. ഹജ്ജ് കമ്മിറ്റി ഈ കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയതിൽ ഇരട്ടി ആളുകൾ ഇക്കൊല്ലം കൊണ്ടുപോകുന്നു. ഈ കൊല്ലം നമുക്കൊന്ന് ശ്രമിക്കണം. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂ. എല്ലാത്തിനും പടച്ചോനൊരു വഴി കാട്ടി തരും. സമ്പത്തും ആരോഗ്യമുള്ള മുസൽമാന് മാത്രമേ പടച്ചോ ഹജ്ജ് നിർബന്ധാക്കിയിട്ടുള്ളൂ. എന്നാലും ഇതെൻ്റെ ഒരു മോഹം. മരിക്കുന്നതിന് മുമ്പ് ആ പോരിശയാക്കപ്പെട്ട മണ്ണിലൊന്ന് കാലുകുത്തുക, മുത്തു റസൂലിന്റെ റൗള കണ്ണിറയൊന്ന് കാണുക. അഞ്ചു നേരം പഠിച്ചവനോട് ആ ഒരു തേട്ടം തന്നെയാ. ഉടയോന്റെ നോട്ടം അടിയാന്റെ കൽബ് കൊള്ളുന്നല്ലേ. അവനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആ, നീ അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. വമ്പുറ്റ ഹംസറി അമ്പിയ സുപതിമാ. എന്നും പറയുന്നതല്ലേ നിങ്ങളോട് രാത്രിയിലുള്ള യാത്ര വേണ്ടെന്ന്. നാള് ചെല്ലുന്തോറും കച്ചവടം കുറഞ്ഞു വരിക. കൗതുകം കൊണ്ട് ചുറ്റും കൂടുന്ന കുഞ്ഞുങ്ങളല്ലാതെ ആവശ്യക്കാർ കുറവാ. അത്രയൊന്നും ഇപ്പം ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പ്രേകളല്ലേ. മതത്തെക്കുറിച്ച് വായിക്കാൻ അറിയാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളല്ലേ വലുത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ബസ്സിൻ്റെ കുലുക്കവും തണുപ്പും
ഇത് മുഴുവൻ കുടിച്ചിട്ട് കിടന്നോളൂ. കിടന്നാലെങ്ങനെയാ? ഒന്ന് പുറത്തിറങ്ങണം. 1-2 ആളുകളെ കാണാനുണ്ട്. നീ ആ കറണ്ട് ബില്ലിങ് എടുക്ക്. ഇനി ദിവസം തെറ്റിയിട്ട് പേരടക്കാനാക്കണ്ട. കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഒരു വാശിയും ദേഷ്യമൊക്കെ. എന്താ നിന്റെ മനസ്സിലിപ്പോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി കുടിക്കാൻ വെച്ച കാടിവെള്ളം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. മീത്തലെ പറമ്പിൽ നല്ല പച്ചപ്പുണ്ട്. ഈ നാടെ കൊണ്ടേ കെട്ടിയാലോ? ഏഴേണ സാധനങ്ങളുള്ള പറമ്പ് അയച്ചു. ഇവിടെ എങ്ങാനും കെട്ടിയാൽ മതി. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങാൻ ചെരുപ്പ് ഇടണമെന്ന്. അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉണക്കപ്പുല്ലിട്ടൊന്ന് നോക്കട്ടെ. നിങ്ങൾ എപ്പോഴെത്തിയാ പൂക്ക? ഇന്ന് കാലത്ത്. നിങ്ങൾ പോയ വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നോ? മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി. സുനാമി വന്ന പിന്നെ മഴയ്ക്കും വെയിലിനൊന്നും നേരവും കാലവും ഇല്ലാണ്ടായിന്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ. നാളെ പേരാവൂരത്ത് ജലജയ കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അരക്കുപ്പി പാല് കൂടുതൽ തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ ഐസുത്താന്റെ വീട്ടുമുറ്റത്തെ വരിക്കപ്ലാവേൽ ചക്ക പെടുത്തോന്ന് ചോദിക്കാൻ പറഞ്ഞു ജലജ. വരിക്കച്ചക്കാന്ന് പറഞ്ഞ ജലജമോക്ക് ജീവനായിരുന്നു. ഒക്കെ കാക്ക കൊത്തി തിന്നുക. ആ നിങ്ങൾ പറഞ്ഞുണ്ടോ? ആ ഞാനും മണ്ട് മാഷെ. ഒരു മഴ പെയ്താൽ റോഡ് മുഴുവൻ തോടായി. അതെ. പിന്നെ ഈ വഴിക്ക് ഒരു ഓട്ടോക്കാരൻ വിളിച്ചാൽ പറ്റില്ല. ആ ആ ശരി കാസിമെ, അനക്ക് വിളിച്ചു പറഞ്ഞാ മതി. ഇവിടെ പണിക്കാരെ കിട്ടാൻ പാട് തന്നെയാന്ന്. അവര് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. ശരി. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. കരിക്ക് വേണോടോ? വേണ്ട. ധാന്യേന്ദ്രൻ ഗുളിക. ഇവൻ കയ്യിലില്ലാത്തപ്പോഴാ ഇതിന്റെ വില അറിയ. ഇനിയിപ്പോ അടുത്ത യാത്ര എങ്ങോട്ടാ? അടുത്ത ആഴ്ച പാലോട്ട് പള്ളിയില് മമ്മു മൊയ്ലിയർക്കാന്റെ മക്കാമില് ആണ്ട് നേരത്തെ തുടങ്ങും. അതിന് പോണം. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ഒരു കാര്യം അറിയാണ്ടായിരുന്നു. എന്താ? ഹജ്ജ് കമ്മിറ്റി ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വയസ്സൂനും ഇക്കൊല്ലം ഹജ്ജിന് പോണമെന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. നറുക്കെടുപ്പുണ്ടാവും. ഞാനിതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോയിട്ടില്ല. 4 തവണ പോയതും കോഴിക്കോട് അക്ബർ ട്രാവൽസ് മുഖേനയാണ്. അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു ചെക്കനുണ്ട്, അച്ചറപ്പ്. ഓനോട് ഞാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞാൽ മതി. ഒരിക്കാകുമ്പോൾ നമ്മൾ പ്ലെയിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് പൈസ തീർത്ത് കൊടുത്താൽ മതി. കാശൊക്കെ ശരിയായോ? സത്താറുണ്ടല്ലോ ദുബായില്. വയസ്സുകാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും കാബ കാണിക്കാന്ന് ഓന് തോന്നിക്കാണും. പേട്ടക്കാരൻ്റെ അവിടുത്തെ ഉസ്മാൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നില്ല. ഓൻ സത്താറിൻ്റെ അടുത്ത് കാണാറുണ്ട് പോലും. ഉസ്മാൻ പറഞ്ഞ് സത്താറിൻ്റെ മൂത്ത മോനെ കാണാൻ നിങ്ങളെപ്പോലെയാന്ന്. ഓൻ്റെ 2ാമത്തെ മോനും സ്കൂളിൽ പോയി തുടങ്ങിയതിന് പോലും. നീ ലൈറ്റ് ഓഫ് ആക്കി കൊണ്ട് കെടുക്കാൻ നോക്കി.
എന്നാലും ഓൻ്റെ മക്കളെ നമുക്കൊന്ന് കാണിക്കുക കൂടി ചെയ്തില്ലല്ലോ. നമ്മൾ ഓൻ്റെ ഉപ്പ് ഉമ്മയാണെന്ന് പറയുന്നത് പോലും ഓന് കുറച്ചില്ല. പുറത്ത് ചെരുപ്പ് വെച്ചാൽ തിരിച്ചു വരുമ്പം കണ്ടെന്നില്ലേട്ടാ. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ സർ, സാറ് ഫ്രീ ആണ്, ചെന്നോളൂ. എവിടെയാ? അവിടെ. അതെ ഭായ്, അഷ്റഫാണ്. 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഇന്നും നാളെയുമായി വിസ എക്സ്പയർ ആവുന്ന കേസ് വരെ ഉണ്ട്. കുറച്ച് പേരെ ഞാൻ ബോംബെ വഴി പറഞ്ഞയച്ചു. ഇല്ല, നാളെ അഡീഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് ഞാൻ വിവരം കൺഫേംഡ് ആയിട്ട് പറയാം. ഓക്കെ? ക്ഷമിക്കണം, എന്തായിരുന്നു? ഞാൻ അബു മാളിയേക്കൽ അസനാർ ഹാജി പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാരി തന്നെ പറഞ്ഞു കാണുമല്ലോ. ഒരു ബിസിനസ്സായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. മക്കയിൽ ഹറമിന് തൊട്ടടുത്തുള്ള താമസ സൗകര്യം, നല്ല ഭക്ഷണം, പരിചയസമ്പന്നരായ അമീറന്മാർ, ഡോക്ടർമാരുടെ സേവനം, ഇതെല്ലാം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അബുക്കയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. ഓ, റസിയ ഇങ്ങോട്ടൊന്ന് വരൂ. അസ്നാർ ഹാജി ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. സർ, ഇത് അബുക്ക, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ വർഷം നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലുണ്ട്. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ചെന്നോളൂ. വരൂ. യെസ്, ഇല്ല, ഇന്നത്തെ ഫ്ലൈറ്റിലെത്തും. വൈകിട്ട് വന്ന് കളക്ട് ചെയ്തോളൂ. തിരിച്ച് ബോംബെ എന്നല്ലേ പോകേണ്ടത്? ആ, അതിനുള്ള ടിക്കറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി. ഫോട്ടോ 6 കോപ്പി പാസ്പോർട്ടിന് വേണ്ടി മാത്രം വേണം. റേഷൻ കാർഡ് അല്ലെങ്കിൽ ID കാർഡ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്ന് എഴുതി തരാമോ? ഉസ്താദേ, എന്താ അബു?
ഇങ്ങളെന്താ ഒറ്റക്ക് ഇങ്ങനെ? പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക്. ഉസ്താദെ, ഇങ്ങക്ക് സങ്കടങ്ങളും? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളല്ലേ ഉള്ളൂ അബു. എനിക്ക് എന്നെ വിളിച്ചു കരയുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളില്ലേ? ഉസ്താദെ, ഞാൻ ഇന്ന് കോഴിക്കോട്ട് പോയിരുന്നു. ഇക്കൊല്ലം എനിക്ക് വയസ്സിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദെ. ശ്രമിക്കുക, എത്തിച്ചു തരേണ്ടത് അവനല്ലേ. എന്നാലും ഇങ്ങൾ അറിയാണ്ടിരിക്കോ, 19 അടി താഴ്ചയുള്ള പൊയേന്റെ അടിയിൽ കാണാണ്ടായ കുന്നുംപുറത്ത് അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂലേ? ഇതൊന്നും ഞാൻ പറയുന്നതല്ല അബു, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്താന്നറിയില്ല ഉസ്താദെ, കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആദിയാ. ഇങ്ങനെ ഈ ചരട് എനിക്കൊന്നും മന്ത്രിച്ചതാ. ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും. ആ, നമുക്ക് പെട്ടെന്ന് കൊന്നിറങ്ങണം. അവര് വരുന്നുണ്ട്. ആരാ ഉസ്താദെ? അറിയില്ല. എന്നെ തേടി തെക്കുന്നൊരു കൂട്ടർ വരുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ ഇതാ ഈ കാറ്റിൽ അവരെക്കാൾ മുമ്പേ എൻ്റെ അടുത്തെത്തി. വാ, പെട്ടെന്നിറങ്ങാം. പട്ടണങ്ങൾ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത്. കോഴിക്കോട് വല്ലാണ്ട് മാറി. വലിയ വലിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ. ട്രാവൽസിൻ്റെത് വലിയ ഓഫീസാ. ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ അഷറഫ് എന്ന് പറയുന്നവനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അസനാർ ഹാജി പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ കാര്യമായി. ബസ് ഇറങ്ങി നേരെ പോയി മാഷെ കണ്ടു. ആ കുട്ടി തന്ന കടലാസ് കാണിച്ചു. മാഷിന്റെ ബന്ധത്തിലൊരു വക്കീലുണ്ട്. വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് അയാൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. വോട്ടിന്റെ കാർഡ് കൊടുത്ത് നാളെ പോയി കാണാൻ പറഞ്ഞു. ഉസ്താദ് പിന്നൊന്നും പറഞ്ഞില്ലേ? ശ്രമിക്കാനല്ലേ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കയ്യിൽ പണവും വെച്ച് എത്രയോ പേര് ഹജ്ജിന് പോകാൻ കഴിയാത്തവരായിട്ടുണ്ട്. പൈസക്ക് നിങ്ങളെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ? ഒരുപാട് വഴികൾ തേടുന്നുണ്ട്. അതിലൊരു വഴി പടച്ചോൻ തുറന്നു തരും. ഈ ഫോട്ടോ പാസ്പോർട്ടിന് വേണ്ടിയുള്ളതല്ലേ? ഞങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടേ. അത് നിങ്ങൾ പോയിക്കോ. ഈ ഫോട്ടോ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ചെവി രണ്ടും പുറത്ത് കാണിക്കണം. ചെവി? അതെ, ഈ മഫ്തയുടെ ഉള്ളിൽ നിന്ന് 2 ചെവിയും പുറത്ത് വരട്ടെ. ആ, കറക്റ്റ്. ഇവിടെ നോക്കൂ. ഇവിടെ അനങ്ങരുത്. സ്മൈൽ പ്ലീസ്. കിട്ടിയല്ലോ. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കൂ. ഒന്ന് സ്റ്റഡി ആവൂ. എന്താ ഇയാൾ ഒലക്ക വിളിഞ്ഞ മാതിരി. സ്റ്റഡി ആയിട്ട്. ഓക്കെ. ശരി, അത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. പറഞ്ഞ കടലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. മാളിയേക്കലെ ആസനാർ ഹാജിയെ കണ്ടിരുന്നു. ഹാജിയാരെ കണ്ടിരുന്നു. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു.
പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഐസു. ആ, ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, ഹജ്ജിന് പോകുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നടക്കാൻ പോവില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി സുഖമായി ഹജ്ജ് ചെയ്യിപ്പിച്ച് നാട്ടിലെത്തിക്കാവുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പോരെ? എന്താവശ്യമുണ്ടെങ്കിലും ദാ എന്നെ വിളിച്ചാൽ. ഓ, പാസ്പോർട്ട് കിട്ടിയാൽ ഒരു അഡ്വാൻസുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ശരി. നിങ്ങളെ ശ്രദ്ധിച്ചോ ഏത് അഷ്റഫിനെ? എന്തേ? നമ്മളെ സത്താറിന്റെ ഒരു ചായ ഇല്ലേന്ന്? നിന്റെ ഓരോരോ തോന്നലുകളും. ഒരു ചായയില്ല. അഷറഫ് നല്ലോനാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ? കൊടയുടെ ഇല്ലി വിട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടോ കച്ചവടമൊക്കെ? നമ്മളൊക്കെ പഴഞ്ചന്മാരാണ്. കാലം മാറിയപ്പോൾ നമുക്ക് മാറാൻ പറ്റില്ല. ഞാൻ ഈ കൊടയും നീ അത്ര പെട്ടിയായിട്ട് നടന്നു. എനിക്കറിയോ, നമ്മളൊപ്പം മദ്രസയിൽ പഠിച്ചിരുന്ന റസ്കും പല ബിസ്ക്കറ്റും വിറ്റ് നടന്നിരുന്ന മുഹമ്മദ് കുഞ്ഞിന്. ഓനിപ്പം ടൗണിൽ 8 ബേക്കറികളാണ്. ഈ നേരത്തിലൂടെ ഓൻ്റെ കാറ് ചില നേരത്ത് ചെളി തെറിപ്പിച്ച് പോകാറുണ്ട്. പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിടുക്ക് തന്നെയാണ്. പോരേൻ്റെ ആധാരം പണയം വെച്ച് സൊസൈറ്റിയിൽ നിന്ന് 2 ലക്ഷം ഉറുപ്പ്യ കടമെടുത്തിട്ടാണ് ചോറിൻ്റെ കല്യാണം നടത്തി. അതിൻ്റെ അടവ് തന്നെ വേണം മാസം 3500 ഉറുപ്പ്യ. ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലാടോ കയറ്റി. ട്രാവൽസിൽ കുറച്ച് പൈസയും പാസ്പോർട്ടും കൊടുക്കണം. ബാക്കി കൂടി കണ്ടെത്തണം. അസർ ബാങ്കും കൊടുത്തു. സമയം പോണൊരു പോക്കേ. വാ, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. നിങ്ങളൊന്ന് ബേജാറാകണ്ടിരി. ഓലിങ്ങോട്ട് വന്നോട്ടെ. ഓയിഷൻ്റെ അപ്പാ, നിങ്ങളൊന്നും കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓറെ? ഒരു പച്ചപ്പയ്യനെ പോലും നോവിക്കാൻ ഓറെ കൊണ്ടാവൂല. എന്നാ ഞങ്ങള് ഐസൂട്ടോ. എന്തേശു? എന്തേനു? എന്താ ഉണ്ടായേ? ഞാൻ മുറ്റത്തിരുന്ന് ഓല മടയായിരുന്നു. അപ്പതാ അവിടെ വന്ന് നിന്നിട്ട് ഒരാളിനോട് ചോദിച്ച്, ഇതല്ലേ VP ഹൗസ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞ അതേന്ന്. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. നിങ്ങൾ പാപ്പിനശ്ശേരിയിൽ കാട്ടിലെ പള്ളിയിൽ 3 വെറ്റുമാൻ്റെ ജാറത്തിൽ നേർച്ചക്ക് പോയിരിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ ചോദിക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ താമസം? നിങ്ങൾക്ക് എന്തിൻ്റെ പണിയാന്ന്? അപ്പം ഞാൻ ചോദിച്ച്, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം അയാൾ പറയാ അയാൾ പോലീസാന്ന്. പക്ഷേ ഒരു പോലീസുകാർ കുപ്പായം നല്ല ഇട്ടണ കേട്ടാ. നിങ്ങൾ വന്ന പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. എന്തിനേശു? എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അറിഞ്ഞൂടെ. ഈ ചോദിച്ചില്ലേ? അയാൾ പോലീസാന്ന് പറഞ്ഞപ്പോ വായിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോയി. നീ ഇത് അവത്തോട്ട് എടുത്തു വെക്ക്. നിങ്ങളിതിപ്പോ എങ്ങോട്ടാ? ഞാനിപ്പം വരാം.
എന്താ ബുക്ക? ഒരു കാര്യം ഉണ്ടായിരുന്നു മാസ്റ്റർ. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇപ്പം പുറത്ത് വന്ന് കയറിയുള്ളൂ. ആയുഷു ആകെ ബേജാറായിട്ടിരിക്കുക. ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു ഞാൻ വന്ന സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. എന്താ കാര്യം? അറിയില്ല മാഷേ, എന്തടങ്ങേറാ വന്ന് കയറിയെന്ന്. സത്താറ് വല്ല കുരുത്തക്കേടും കാണിച്ചോന്നാ എൻ്റെ പേടി. വല്ലാത്ത കാലോണേ. നിങ്ങൾ വായിക്കാറില്ലേ പത്രത്തിൽ വരുന്ന ഓരോരോ വാർത്തകൾ? ബുക്ക ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാഷേ എന്താ ബുക്ക? നിങ്ങൾ വരുമോ എൻ്റെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ? പിന്നെന്താ, അബുക്ക നിൽക്കേ, ഞാൻ പോരാ. വലിയ പറമ്പിൽ അബു. പിതാവിന്റെ പേര് ആദം. ആദാമിന്റെ മകൻ അബു. നീത്തലപ്പുഴയിൽ ഐശു ആരാ? എൻ്റെ കെട്ടിയോളാണ്. നിങ്ങൾക്കെന്താ ജോലി? ഈ അത്തറിൻ്റെയും ബുക്കിൻ്റെയും കച്ചവടം. നിങ്ങൾ എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. സത്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങളുടെ പേരിൽ എന്തോ പോലീസ് കേസ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കേസ്? 5-8 കൊല്ലം മുമ്പാ ഒരു അതിർത്തി തർക്കം. ഞാനും ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന സുലൈമാനും തമ്മിൽ. കാക്കാ, എന്റെ അടുത്ത് നാടകം കളിക്കല്ലേ. സുലൈമാനി പറയുന്നത് ഒരുപാട് പേരെയും പറമ്പും വിറ്റോനും വാങ്ങിയവനുമായി സുലൈമാൻ എന്നോട് കളിക്കാൻ വരല്ലേ. സുലൈമാനോടാ കളി. പിന്നീട് പ്രശ്നം പള്ളി കമ്മിറ്റി ഇടപെട്ട് പറഞ്ഞു തീർത്ത്. സുലൈമാൻ ഇവിടുന്ന് വീടും പറമ്പും വിറ്റ് പോയിട്ട് തന്നെ 4-5 കൊല്ലമായി. പാസ്പോർട്ട് ഇല്ല നിങ്ങൾക്ക്? ഇല്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ ഞങ്ങൾക്ക് പാസ്പോർട്ട്? എനിക്ക് ഐശുവിനും ഇക്കൊല്ലം ഹജ്ജിന് പോകണമെന്നുണ്ട്. നിങ്ങളെ പാസ്പോർട്ടിന്റെ പോലീസ് എൻക്വയറി വന്നിട്ടുണ്ട്, അതിനെ കൊണ്ട് വിളിപ്പിച്ചതാ. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും 2-3 പാസ്പോർട്ടാ മാഷേ. അവസാന അന്വേഷണം വരുമ്പോ ഞങ്ങളെ പോലുള്ളവരാ കുടുങ്ങ. ശരി. മയ്യത്ത് സുവർഗത്തിൽ പോയാലെന്ത്, നരകത്തിൽ പോയാലെന്ത്, മുക്രിക്കാക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞ പോലെ പാസ്പോർട്ടിന്റെ എൻക്വയറി വന്നാൽ പോലീസുകാരന് പൈസ കൊടുക്കാന്ന് പറയുന്നത് ഫറല. ഇനിയിപ്പോ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് തന്നെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹലിൽ പോലീസുകാരന് പൈസ കൊടുക്കാതെ കിട്ടുന്ന ആദ്യത്തെ പാസ്പോർട്ട് നിങ്ങളതായിരിക്കും. നിങ്ങളൊപ്പം മാശുണ്ടായതുകൊണ്ടായിരിക്കും അയാൾ പൈസക്ക് ചോദിക്കാതിരുന്നത്. ഒരു കൊമ്പമ്മീശുള്ള പോലീസുകാരനില്ലേ, അയാളായിരുന്നു. മനസ്സുറപ്പില്ലാത്ത മനുഷ്യന്മാർ പോലീസുകാരായ കൊമ്പമീശ വച്ചേ പറ്റൂ. പാസ്പോർട്ട് എൻക്വയറി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്കാണ്. അവർ യൂണിഫോം ഇടൂല. ഇപ്പം ഇവിടെ ഒരു കബീറ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. അയാൾ തന്നെ. ഈ ഹൈദറിന്റെ ഒരു കാര്യം എന്തൊക്കെയാ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതെ, തെക്കന കുഞ്ഞിപ്പള്ളീൻ്റെ അവിടുന്ന് ലക്ഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാ താമസം. അവിടെ എവിടെയാ? നിങ്ങൾക്ക് രക്തസാക്ഷി സുധാരേട്ടൻ്റെ വീടറിയില്ലേ? അറിയില്ല. നമ്മുടെ ധീര രക്തസാക്ഷി സുധാകരേട്ടൻ 2 കൊല്ലം മുമ്പ് ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച നമ്മുടെ നേതാവില്ലേ സുധാകരേട്ടൻ, അയാളെ വീടിൻ്റെ 3ാമത്തെ വീടാ. ഒന്ന് നിൽക്കണേ. എന്താ? ഞാൻ അബു. ഇന്നലെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് വന്ന് കണ്ടിരുന്നു. ആദാമിന്റെ മകൻ അബു. ഹജ്ജിന് പോകാന്നുള്ളത് എൻ്റെ ഐസുവിൻ്റെ കുറേ നാളത്തെ മോഹം. അറിവില്ലായ്മ കൊണ്ടാ അതാ സ്റ്റേഷനിൽ വന്നപ്പോൾ തരാതിരുന്നത്.
പാസ്പോർട്ടിന്റെ കാര്യത്തിന് ഇനി വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളാം. പാസ്പോർട്ട് നിങ്ങൾ വീട്ടിലെത്തിച്ചാ പോരെ. ഓക്കേ. ഹൈസു, ഹൈസു, എന്താ എന്താ പറ്റിയത്? ഒന്നുമില്ല. ഞാനൊരു കിനാവ് കണ്ടടി. കിനാവോ? പടപ്പുകൾ കാണാൻ കൊതിക്കുന്നൊരു കിനാവ്. ഞാൻ മുത്തു റസൂലിന്റെ റൗള കിനാവ് കണ്ടടി. എന്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. മദീനയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. ആളുകളുടെ ഇടയിൽ കൂട്ടം തെറ്റാതിരിക്കാൻ നമ്മൾ രണ്ടുപേരും കൈ മുറുക്കി പിടിച്ചിരുന്നു. റസൂലിന്റെ റൗള സ്വപ്നം കാണാന്ന് പറഞ്ഞ മഹാഭാഗ്യ. ആ മണ്ണിൽ കാലുകുത്താനുള്ള ഭാഗ്യവും പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും. പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് അനന്തശിപ്പായി ഇന്നലെ പൊരയിൽ വന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വന്നതാ. ഓരൊക്കെ വരാൻ 10 മണിയാവും. നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. എങ്ങോട്ട് പോവാൻ? പൊരയിൽ ഇരിപ്പുറക്കാനിട്ടല്ലേ സുബൈക്കന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഓനിതങ്ങ് എടുത്തു തന്നാലെന്താ? അതിന് നേരവും കാലവും നോക്കണോ? നിങ്ങളൊന്ന് സഫൂറാക്ക്. സഫൂറാക്കല്ല ഖദീജാക്ക്. നിനക്കിത് രണ്ടും ഒപ്പിട്ട് വാങ്ങിച്ചൂടായിരുന്നോ? എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിൽ തരൂലെന്ന് പറയുന്നത് എവിടത്തെ നിയമോ? ചില നേരത്തെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ സ്വഭാവ. ഇരിക്കി.
അബൂക്ക ദേ ഇവിടെ ഒന്ന് ഒപ്പിട്ടേ. ദാ, ഒപ്പിട്ടോളൂ. ദാ ഇവിടെ 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 ഇവിടെ. ചായ പൈസ എൻ്റെ ഒരു സന്തോഷത്തിന്. ആ ഇന്റെ കയ്യിലെ മണ്ണ് അതിന്റെ മുകളിലാക്കണ്ട. നിങ്ങൾ തൊട്ടാ ഒരു കുഴപ്പമില്ല, ഞാൻ തൊട്ടാ അപ്പം അതിൻ്റെ മുകളിൽ മണ്ണായി. ഈ ഫോട്ടോയില് ഇന്നെ കാണാൻ നല്ല പത്രാസുണ്ട്. നോക്കിക്കോ. അബുക്കയ്ക്ക് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാനുള്ള യോഗമുണ്ട്. നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഉണ്ട്. ഹലോ സാർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ,
100-ന്റെ 10-ന്റെ നോട്ടുകളാ. 10-12 കൊല്ലായിട്ടുള്ള എൻ്റെ ഐസുവിൻ്റെയും സൂക്ഷിപ്പുകളാ. റസിയ, ഒന്നിവിടം വരും. പണം അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ ഇല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ആ, ഹജ്ജ് ക്ലാസിന്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ. കൂടെ ചെന്നോളൂ. എന്താ ഹൈദരെ? നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ ബുക്ക ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായ ആയിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാ, മയ്യത്തിന് അവകാശം പറഞ്ഞു താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക. ജോൺസൺ അല്ല, ആരത്? അബുക്കയോ? എന്താ ഈ വഴിക്ക്? എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പുറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിന്റെ കബറിൽ 2 ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് എങ്ങോട്ടും പോവാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ ബുക്ക. നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോകണമെന്നുണ്ട്. കർത്താവേ, നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തു തരണ്ടേ? പണമൊക്കെ ശരിയായോ? ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്ലാവുണ്ട്. അറിയാലോ, ഒരു 2-3 കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊരു ആവശ്യത്തിന് നിർത്തിയേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. ആ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുക. നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം. ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണേ എനിക്ക് ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 റുപ്യ തരാം. എന്താ, സമ്മതമാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്? ഒരു 10 ദിവസത്തിനുള്ളിൽ അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കൊള്ളൂ. ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും. ശരി. പിലാവ് ജോൺസന് വിറ്റു 60,000 റുപ്യക്ക്. 10,000 റുപ്യ അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്നു പറയാൻ പറ്റില്ല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇത് അകത്ത് കൊണ്ടുവെക്ക്. ഇനി ഒരു 40,000 റുപ്യ കൂടി കിട്ടിയ ട്രാവൽസിലെ പൈസ കൊടുക്കുക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൾക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ?
എൻ്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 പവനെങ്കിലും കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-35 ഉറുപ്പിയെങ്കിലും ഇതിന് കിട്ടില്ലേ? എത്ര പവന്റെ പണ്ടങ്ങളുണ്ടായിരുന്നതാ. എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്. ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ കഴുത്ത് കിടന്നിരുന്ന 5 പവൻ്റെ ചവിടി സത്താറിനെ പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്. എന്നാലും വേണ്ട ഐശു, പിന്നെയും ഒരു 10-15,000 റുപ്യ. ഐശു, എൻ്റെ കയ്യിൽ എന്തിനാ, നിങ്ങൾ തന്നെ വെച്ചോ. ഒരു മാസത്തോളമുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ. ഒറ്റക്കാവുമ്പോൾ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. 4 കാലികളായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാം. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം ഐസു. യാത്ര പറച്ചിലുകളും പൊരുത്തം വാങ്ങലും. ഉസ്താദേ, ഉസ്താദേ, ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരി പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ? ഇൻഷാ അല്ലാഹ് ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ ഒരു രക്ഷ
എൻ്റെ ഐശ്വര്യ കൂടെ ഉണ്ടാവണം. അസ്സലാമലൈക്കും. നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ ഭാരതീ ഗുണം തവച പരമാമൃതമല്ലോ പാരാതെ കേട്ടു പൈങ്കിളി ചൊന്നാൾ പാലലോചനൻ പരമേശ്വരൻ പശുപതി. ഇതെന്താ ഈ നേരത്തൊരു പാല്? ഞങ്ങളെ പശുവിനെ വിറ്റു. അവരവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവളെ അവസാനമായിട്ട് കറന്നതാ. അപ്പൊ നാളെ പോലെ നമുക്ക് പാലില്ല. ഞങ്ങൾ പോയി വരുന്നതുവരെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പിന്നെ കാശിന്റെ കുറവ് വന്നപ്പോൾ അതിനങ്ങ് വിറ്റു. എത്ര ദിവസം വേണം പോയി വരാൻ? ഏറിയാലൊരു മാസം. ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിക്ക് ഈ മണ്ണിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മനസ്സാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ് മാഷെ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ടുള്ള വരവല്ലേ. പിന്നെ ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാനാണ്. പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ യാത്ര തിരിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. എന്താ അബൂ കൈ പറയുന്നത്? നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമല്ലേ ഞങ്ങൾക്ക് ഓർക്കാനുള്ളൂ. ഇവിടെ ഞങ്ങൾ എന്നും പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരെക്കുറിച്ച്. ആരെയും പറ്റിക്കാതെയും ഉപദ്രവിക്കാതെയും ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു തീർത്ത ജീവിതം, അതുതന്നെയാണ് ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർത്ത് നിങ്ങൾ തിരിച്ചെത്താൻ. മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനാവാറ് ദൈവത്തിൻ്റെ മുമ്പിലാണ്. അവനവൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ടാവും. എന്നാലും അവിടെ എത്തിയ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ പെടുത്തണം. നാല് ഭാഗത്ത് വേലി വാങ്ങി 5 സെന്റ് 10 സെന്റ് ആക്കാനുള്ള നിങ്ങൾ ഈ കളിയുണ്ടല്ലോ, അത് ഈ സുലൈമാനോട് വേണ്ട. നിങ്ങൾക്ക് എന്റെ ഉപ്പാന്റെ വയസ്സാ, അതുകൊണ്ടാ മര്യാദയ്ക്ക് വേലി പിടിച്ച് മാറ്റിക്കിടുന്ന നിങ്ങൾക്ക് നല്ലത്. നീ ഒരു പണി നോക്കി കൊള്ള കാക്ക തലയിൽ തൊപ്പിയും വെച്ച് താടിയും വളർത്തി നിസ്കാര തഴമ്പും കൊണ്ട് നടന്നാ മുസൽമാനാവൂല, ജീവിച്ച് കാണിക്കണം. സുലൈമാൻ തട്ട ഈ കണ്ടംകുന്നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ സ്ഥലക്കച്ചവടമൊക്കെ നടത്തുന്ന ആ കാണുന്ന വീടാ. ആ 1 കിലോ നേന്ത്രപ്പഴം, 1 പാക്കറ്റ് ബിസ്ക്കറ്റ്. ശരി. എത്ര രൂപയായി? 36 രൂപ. ഓ, ഒരു കിലോ പഴവും 1 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി
പഴത്തിന് കണ്ണങ്കുന്നിനേക്കാൾ 2 റുപ്യ കുറവാ. പിന്നെ നമ്മളെ കാണുമ്പോൾ സുലൈമാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ഓരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ പോണത് പൊരുത്തം വാങ്ങിക്കാനല്ലേ? ഇത് ആരൊക്കെയോ പഠിച്ചോനെ? ഐസുത്ത, അബൂക്ക, ഇങ്ങക്ക് വൈമാറിപ്പോയതൊന്നും അല്ലല്ലോ. സുഖാണോ റാബിയെ? ആ, സുലൈമാൻ ഇല്ലേ ഇവിടെ? വാ അബൂക്ക, അകത്തുണ്ട്, വാ. ഇക്ക, സുലൈമാനിക്ക. അല്ലാ, ഇതാരാ? ഞാനീ കാണുന്നത് കിനാവല്ലല്ലോ റാബിയ. ഇങ്ങളെ കുറിച്ച് 2 ദിവസം മുമ്പും ഇവർ പറഞ്ഞിരുന്നു. ഇരിക്കുക അബുക്ക. റാബിയ, അബുക്കക്ക് ഇരിക്കാൻ. വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തു പറ്റി സുലൈമാനെ? റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വണ്ടിയുടെ ടയറ് കയറി ഒരു കരിങ്കല്ല് തെറിച്ച് ഇവിടെ കൊണ്ടതാ. 2 മാസം ബോധമില്ലാതെ മംഗലാപുരത്ത് ഒരു ആശുപത്രിയിൽ കിടന്നു. എല്ലാവരും മരിച്ചു എന്ന് കരുതിയതാ. നിൽക്കാൻ പറ്റില്ല. ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ തല ഒരു വശത്തോട്ട് പോകും. ശരീരത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലില്ലാത്തതുപോലെ. നിങ്ങളെന്തായി സുത്ത എന്നോടൊന്നും മിണ്ടാത്തത്? ഞാനും വയസ്സും ഇക്കൊല്ല ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായതല്ലേ. സുലൈമാന്റെ പൊരുത്തം വേണം ഞങ്ങൾക്ക്. നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അളവിൽ കുറഞ്ഞ 2 സെന്റ് ഏത് ഭാഗത്ത് നിന്നാ തിരിച്ചു പിടിക്കാന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ പറമ്പാ. അള്ളാന്റെ ഭൂമിക്ക് ആധാരം ഉണ്ടാക്കി, എന്നിട്ടതിന് അതിര് കെട്ടി അത് തിരിച്ചും പറിച്ചും കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു ഞാൻ. പിടിച്ചു പറിച്ചതും വെട്ടിപ്പിടിച്ചതും എല്ലാം പോയി. കിടക്കണ ഈ മണ്ണ് പോലും ഇപ്പൊ പണയത്തില്ല. അബുക്ക, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നരകിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പടച്ചോൻ എന്നെ ഇങ്ങനെ കിടത്തിയത്. ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ മരിച്ചു പോയിന്നറിഞ്ഞാ എന്റെ പൊരുത്തം കിട്ടാതെ നിങ്ങൾക്ക് സങ്കടാവൂലേ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാ പടച്ചോന്റെ ആയുസ് നീട്ടിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നടക്കാനല്ല ബുക്ക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ. എന്താ സുലൈമാനെ നീ പറയുന്നു? നിങ്ങൾ പോയിട്ട് വാ ബുക്ക. എന്റെ പൊരുത്തവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന താഴത്തങ്ങാടി പള്ളിയിൽ ഇപ്പോ നിറയെ ആളുകളാ. ഉസ്താദിന്റെ മക്കാമിലെ ദിവസം 10,000 റുപ്യന്റെ വരുമാനം ഉണ്ടെന്നേ. പുതിയ കമ്മിറ്റി കയറാനേ ആൾക്കാർ മത്സരിക്കാന്നാ കേക്കണത്. നമ്മൾ അബൂട്ടിപ്പ് ഉസ്താദിന്റെ മക്കാമില്ല. ഉസ്താദിനെ കാണാൻ വരുന്നോര് ഓനും കൊടുക്കും 5ഉം 10ഉം. ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടന്നവരെന്നെയാ അപ്പൊ ഉസ്താദിന്റെ ആളുകള്. ഏതായാലും ഉസ്താദിന്റെ മയ്യത്ത് നമ്മൾ വിട്ടുകൊടുത്തത് മോശമായിപ്പോയി. ഉസ്താദ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച ആളല്ലേന്ന് നമ്മൾ വിചാരിക്കുമ്പോ. എന്താ ഹൈദരി ഇങ്ങനെ? ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്ക് ആകപ്പാടെ മോളിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദരേന്ന് വിളിക്കുന്ന പോലെ തോന്നും. അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോകും.
നിനക്ക് ഞാൻ കാശ് വല്ലതും തരാണ്ടോ ഹൈദരേ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ? നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായേൻ്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല. കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ. അവരുടെ കാശും കൂടി എടുത്തോളൂ ഹൈദരേ. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? എടുത്തോളൂ ഹൈദരേ. നാളെ ചിലപ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും പോണേന് മുമ്പ് ഞാൻ വരാം. മമ്മൂഞ്ഞേ, മൊയ്തീനെ, വരട്ടെ. ട്രാവൽസിന്റെ പാക്കേജിലാ അബൂക്ക ഹജ്ജിന് പോണ്. ഇയാളെ കയ്യിലിടുന്ന ഇതിനത്ര പൈസ ഒസാമ ബില്ലാദൻ മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തത്. നിങ്ങളൊക്കെ ആരാന്റെ പസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും. എന്റെ ആജിക്ക നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. 8 വരക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 0 വരക്കുക. ഞാൻ 8 വരയ്ക്കുന്നത് ഇങ്ങനെ 2 0 ഇട്ടിട്ടാണ്. 8 വെച്ചും വരക്കാണ്ട് ലൈസൻസ് കിട്ടില്ല. അങ്ങനെയാണ് തീവണ്ടിയുടെ ഡ്രൈവർമാർക്ക് ലൈസൻസ് കിട്ടൂലോ. എല്ലാം തലതിരിച്ചാ. മറ്റിന്ന് താഴോട്ട് വന്ന സെക്കൻഡാ, മറ്റിന്ന് മുകളിലോട്ട് പോയല്ലേ സെക്കൻഡ് വരേണ്ടത്. പോകാനും വരാനും ഒരു വണ്ടി വേണമെന്ന് കാസിമിനോട് പറഞ്ഞപ്പോ ഓനൊരു കാറ് വാങ്ങി തന്നു. ഓടി നടന്ന് ഡ്രൈവർമാരെ നോക്കിയപ്പോ ഓന് ശമ്പളം 7000 ഉറുപ്പ്യ. എന്നാ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും ചിന്തിച്ചു. എളുപ്പല്ലട്ടാ. എന്തായി എന്റെ കാര്യങ്ങള്? പടച്ചോൻ അനുഗ്രഹിച്ച അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പോകും. നിങ്ങൾ വരുന്നുണ്ടോ ഈ കൊല്ലം? പാസ്പോർട്ട് ഞാൻ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ല ചൂടാന്നാ പറയുന്നത്. ഹജ്ജിന് 2 ദിവസം മുമ്പ് ടിക്കറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസിമിന്റെ പുതിയ വീടിന്റെ താക്കോലും ബൂട്ടും വിജാവിരിയും ഒക്കെ അവിടുന്ന് വാങ്ങിക്കാന്നാ അവൻ പറയുന്നത്. ഹജ്ജിന്റെ സമയമാകുമ്പോ ലഗേജിലും എന്തൊക്കെയോ കുറവുണ്ട്. ഓൻ തുടങ്ങി. കിട്ടിയ അവസരം ബക്കറ്റ് കയറി ചെക്ക മുതലാക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അബു, കാസിമിന്റെ ഫോൺ നമ്പറാ. അവിടെ എത്തി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി. നീ 8ന്റെ കാര്യം ഞങ്ങളോട് പറയണം. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. 9 വേണം. അസ്സലാമലൈക്കും. പടച്ചോൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അടുത്ത ആഴ്ച വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോവുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പിന്നിൽ മെനഞ്ചൈറ്റിസിന്റെ കുത്തിവയ്പ്പ് നടക്കുന്നുണ്ട്. ശബ്ദമുണ്ടാക്കാതെ ഓരോരുത്തരായി പോയി കുത്തിവയ്പ്പ് എടുക്കണം. മറ്റൊരു കാര്യം, ട്രാവൽസിൽ പണമടയ്ക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ബാക്കി പണം അടച്ചു തീർക്കണം. പലരും പല തരത്തിലുള്ള സംശയങ്ങളാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് ഉസ്താദെ കൊണ്ടുപോകേണ്ടത് എന്നാണ്. നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായി 2 ബാഗുകൾ ഇവിടുന്ന് ട്രാവൽസിന്റെ വകയായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു 20 കിലോ കൊള്ളുന്ന ബാഗും ഒരു 7 കിലോ കൊള്ളുന്ന ബാഗും. ഇതിൽ കൊള്ളുന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഗുളികകളോ മരുന്നുകളോ ഉണ്ടെങ്കിൽ 1 മാസത്തേക്കുള്ളത് മേടിച്ചു വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്നുകളുടെ ബില്ല് സൂക്ഷിച്ചു വെക്കണം. ചിലപ്പോൾ എയർപോർട്ടിൽ ആവശ്യം വരും. പുരുഷന്മാരുടെ വസ്ത്രം ഇഹ്റാനാണ്. 1 കഷ്ണം തുണി ഉടുക്കാനും 1 കഷ്ണം തുണി പുതക്കാനും. ഇഹ്റാൻ കെട്ടാനുള്ള തുണി വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നയലടിക്കാത്ത നല്ല കട്ടിയുള്ള തുണി വാങ്ങണം. പുരുഷന്മാരെല്ലാം അരയെ കെട്ടാനുള്ള ബെൽറ്റും വാങ്ങിക്കണം. തുണി അഴിഞ്ഞു പോകാതിരിക്കാനും വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനും ബെൽറ്റ് ഉപയോഗിക്കും. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണം പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിയും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിപ്സോ അവലോകനോ സാധനങ്ങൾ മേടിച്ച് കഴിക്കാവുന്നതാണ്.
ഇതെവിടെ പോയിട്ട് വരിക രണ്ടാളും? ഞങ്ങൾ ഹജ്ജ് ക്ലാസ്സിന് പോയിട്ട് വരിക. ഇൻഷല്ലാ അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പുറപ്പെടും. നന്നായിടോ. എത്ര കാലമായിട്ടുള്ള മോഹൻ്റെ. നിങ്ങൾ പോണതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പോരിലേക്ക് വരാം. നീ ഇതെങ്ങോട്ടാ കയറ്റി? വയനാട്ടിലേക്കാ. ഇന്നലെ സൂറ വിളിച്ചിരുന്നു. ഓക്ക് സുഖാണോ കയറ്റിക്ക? ഫോൺ വിളിച്ചോൾ ഒരേ കരച്ചിലായിരുന്നു. ഓൻ എന്തോ ഓളെ ഉപദ്രവിച്ചു എന്നാ പറയുന്നത്. പറഞ്ഞുറപ്പിച്ച വകയിൽ 2 പവൻ്റെ സ്വർണവും 30,000 ഉറുപ്പ്യ ഞാൻ ഇനി ഓന് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഓള് പറഞ്ഞാണോ സത്യം, അതോ ബാക്കി പണ്ടവും പണവും ഒപ്പിച്ചെടുക്കാനുള്ള ഓളെ സൂത്രാണോ എന്നറിയില്ല. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പിന്നെ പെൺകുട്ടിക്ക് പാപ്പന്മാർ 3ാമതൊരാളാണ്. പക്ഷേ മക്കൾ കരഞ്ഞാൽ പാപ്പാരുടെ നെഞ്ച് പിടയ്ക്കും. അവിടുന്ന് ഇവിടുന്നൊക്കെയായി ഞാൻ കുറച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാടോ. ആ പിന്നെ ജോൺസൺ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ നീ ഒരു കാര്യം ചെയ്യും, പോരയിലേക്ക് നടന്നോ. ഞാൻ ജോൺസനെ കണ്ടിട്ട് വരാം. പറ്റുമെങ്കിൽ നാളെ തന്നെ ട്രാവൽസിൽ പൈസ എത്തിക്കാലോ. ഹജ്ജ് ക്ലാസ്സിന് ടൗണിൽ പോയതായിരുന്നു. പടച്ചോൻ അനുഗ്രഹിച്ച ഈ വരുന്ന ശനിയാഴ്ച ഞങ്ങൾ ഹജ്ജിന് പോകും. ഇതാ ബുക്ക, ഞാൻ പറഞ്ഞ പണം. ഓ പിന്നെ എന്താ ജോൺസാ? അബുക്ക് വീട്ടിൽ പോയില്ലേ? ഇല്ല, നിങ്ങൾ എന്നെ അന്വേഷിച്ചെന്ന് കേട്ടപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. എന്തേ? അല്ല ഒന്നുമില്ല, ഞങ്ങളിന്ന് പ്ലാവ് മുറിച്ചു. ഞാനത് അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇന്നും മുറിക്കുമെന്നാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. പിന്നെ മരം മുറിച്ചപ്പോൾ എന്താ ജോൺസാ? എന്തേനു? പിന്നെ അതിൻ്റെ ഉള്ള മുഴുവൻ പൊള്ളയാ. ജോൺസാ നിങ്ങൾ ഈ പണം എനിക്ക് തന്നത്? ഞാൻ വാക്ക് പറഞ്ഞല്ലേ കനോട്. നമ്മൾ പറഞ്ഞ വാക്ക് പ്രകാരം ഞാൻ വിറ്റത് മരമല്ലേ, വിറകല്ലല്ലോ ജോൺസാ. നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിക്കണ്ട, അബുക്ക പോയി വന്നിട്ട് സംസാരിക്കാം. ഈ യാത്രയിൽ ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജോൺസാ. ആ മണ്ണിൽ കിടന്ന് മരിച്ച അതൊരു ഭാഗ്യം. മയ്യത്ത് പോലും നാട്ടിലേക്ക് കൊണ്ടുവരില്ല. ഡബുക്ക, നിങ്ങൾ എന്നെ വിഷമിപ്പിക്കല്ലേ. പടച്ചോനെ വിചാരിച്ച് കാശ് കൊണ്ടുപോ. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. വീട്ടിൽ ചെന്ന് മരം കണ്ട പോയ പോലെ തിരിച്ചു വരും. കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഇത് ഞാൻ വിലയിട്ട് വാങ്ങിച്ചതല്ലേ, നഷ്ടം ഞാൻ സഹിച്ചോളാം. ഉള്ളു പൊള്ളയല്ലെങ്കിലും ഇങ്ങക്ക് ഈ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് മരത്തിന് ഇത്രയും വില പറഞ്ഞത്. ഇത് വാങ്ങിക്കാൻ ഇനി എന്നെ നിർബന്ധിക്കരുത് ജോൺസാ. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്.
അബൂക്ക, അബൂക്ക, മാഷോ വാ ഇരിക്ക്. യാത്രയ്ക്ക് എന്തോ തടസ്സമുണ്ടെന്ന് പറയണ കേട്ടു. ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ശരിയായില്ല. ഒരു ശ്രമം നടത്തി നോക്കി, നടന്നില്ല. പണമാണോ അബൂക്ക പ്രശ്നം? അതേ മാഷേ, ചില കണക്കുകൂട്ടലുകൾ തെറ്റി. എത്ര രൂപയുടെ കുറവുണ്ട് എന്നെനിക്കറിയില്ല. ഇത് ഒരു 50,000 രൂപയുണ്ട്. ഈ പണം കൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷമുള്ളൂ. സ്വന്തം മോന് പോലും വേണ്ടാത്ത ആരോരുമില്ലാത്തവരാ ഞങ്ങൾ. ആ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരനുജനെ പോലെ മുന്നിൽ വന്ന് നിൽക്കുക. നന്ദിയുണ്ട് മാഷേ. പക്ഷേ ഈ സഹായം സ്വീകരിക്കാൻ പാടില്ല. ഹജ്ജിന് വേണ്ടി അടുത്ത രക്തബന്ധമുള്ളവരുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ ഇവരുടെയൊക്കെ സഹായങ്ങളെ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ സ്വന്തം പണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അബൂക്ക, ഞാനൊരു അനുജനെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന്. ഒരു അനുജനാണെന്ന് കരുതി എൻ്റെ ഈ സഹായം സ്വീകരിച്ചൂടെ? സ്വീകരിക്കണമെന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ പണം വാങ്ങിച്ച് ഹജ്ജ് ചെയ്യാൻ അള്ളാഹിൻ്റെ നിയമങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ മാഷേ. നമുക്ക് സത്താറിനോട് കുറച്ച് പൈസ ചോദിച്ചാലോ? ഓ നമ്മുടെ മോനല്ലേ, ഓൻ്റെ പൈസ ഹലാലല്ലേ? ജന്മം നൽകിക്കൊണ്ട് മാത്രം ഉപ്പയും മക്കളും ആവില്ല. ഓൻ എന്ത് ചെയ്തുണ്ടാക്കിയ കാശാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓൻ്റെ പൈസ നമുക്ക് ഹലാലല്ല യേശു. നമ്മൾ 2 പേർക്ക് പോകാനുള്ള പണമല്ലേ തികയാത്തത്? ഇപ്പോഴും ഒരാൾക്ക് പോകാലോ. ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ. എന്താ യേശു പറയുന്നത്? ഞാൻ ഹജ്ജ് സ്വപ്നം കണ്ടപ്പോഴും എൻ്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പോയ 2-3 ദിവസം കൊണ്ട് ഓടിയെത്തുന്നതും നീ ഇവിടെ ഒറ്റക്കല്ലെന്ന് കരുതിയിട്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട യേശു. നമുക്കൊരു
കാര്യം ചെയ്താലോ? ഈ വീടും പറമ്പും വിറ്റാലോ? ഞാനും അത് ചിന്തിച്ചിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എനിക്ക് വല്ലതും സംഭവിച്ച കയറിക്കിടക്കാനൊരു കൂര പോലുമില്ലാതെ നീ എങ്ങോട്ട് പോ? നമുക്ക് ഈ കൊല്ല ഹജ്ജ് വിധിച്ചിട്ടില്ല യേശു. നിന്റെ പശുവിനെയും കിടാവിനെയും തിരിച്ചു വാങ്ങണം. ട്രാവൽസിൽ പോയി കാര്യം പറയണം. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അബുക്ക, നിങ്ങൾ രണ്ടുപേരുടെയും ക്യാൻസലേഷൻ അതൊരു പ്രശ്നമല്ല. അവസാന നിമിഷം അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രായമുള്ള ആളുകളല്ലേ അധികവും. പക്ഷേ ഇത്രയും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഹജ്ജിന് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇക്കൊല്ലം ഞങ്ങൾക്കതിനുള്ള യോഗമില്ല. ഒരു 2500 പേരെങ്കിലും ഈ കൊല്ലം ഞങ്ങളുടെ ഹജ്ജ് ടൂറിലുണ്ട്. അതിൽ നിങ്ങൾ രണ്ടുപേരുടെ ഒരു 50,000 രൂപ അത് പ്രശ്നമാക്കണ്ട അബുക്ക. നിങ്ങളൊരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ചെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. മോനെ, ഹാജിമാരി ഇറാൻ കെട്ടുന്ന 2 കഷ്ണം തുണി കണ്ടല്ലോ, അത് ചിലർ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ച മയ്യത്ത് പുതിയ അതും കൂടി നാളെ ഒരു ബാധ്യതയാവരുന്ന് കരുതിയിട്ടാ. അങ്ങനെയുള്ള ഹജ്ജിന് കടം പറഞ്ഞിട്ട് പോകാനോ? അത് വേണ്ട മോനെ. അബുക്ക, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പായും ഉമ്മായും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ. അന്ന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇന്ന് എനിക്കതിനുള്ള പണമുണ്ട്. പക്ഷേ അവർ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് അവരെ തോന്നാറുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടോളാം. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ അബുക്ക. ഞാനും വയസ്സും ആഗ്രഹിച്ചതും പോകാനൊരുങ്ങിയതും ഞങ്ങളുടെ ഹജ്ജിന് വേണ്ടിയാ. മോൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നും ഞങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹജ്ജാ. ഭൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു മോനുണ്ടായ മണ്ണിൻ്റെ അടിയിൽ കിടക്കണ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യം ഉണ്ടാവും. ചില മക്കളുണ്ട്, നമ്മൾ വെള്ളമൊഴിക്കും, വളമിടും. ഒരുപാട് വളർന്നാലറിയാം ഉള്ളു പൊള്ളയാന്ന്. എന്താ അബുക്ക? ഒന്നുമില്ല.
ഉസ്താദ്, എൻ്റെ ഉസ്താദ് വന്നു. എൻ്റെ ഉസ്താദ് വന്നു. മീനാ താഴ്വാരം ജനസമുദ്രമായിരിക്കും. മുഹമ്മദ് നബിയുടെ അറഫ പ്രസംഗത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ ഹാജിമാർ അറഫ മൈതാനത്തൊത്തുകൂടും. പല ഭാഷ സംസാരിക്കുന്നവർ, പല നാട്ടിൽ നിന്ന് വന്നവർ, പല രൂപത്തിലുള്ളവർ, അവരെല്ലാം ഒരേ വസ്ത്രവും ഒരേ മനസ്സുമായി നാളത്തെ ചടങ്ങുകളോടുകൂടി ഇക്കൊല്ലത്തെ ഹജ്ജ് പൂർത്തിയാവും. നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്പോഴാ കൂട്ടത്തിൽ നമ്മളുണ്ടായനെ. ഇത്രയും മോഹിച്ചിട്ട് പടച്ചോ നമുക്കതിനുള്ള നസീബ് തന്നില്ലല്ലോ. പടച്ചോന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പരാതി പറയാൻ പാടില്ല. എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് തന്നില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടാൽ മാത്രമേ ഹജ്ജിനുള്ള ഭാഗ്യം കിട്ടുള്ളൂ. നമ്മുടെ നീയത്ത് ശരിയായിട്ടുണ്ടാവില്ല. നമുക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ പ്ലാവ് മുറിച്ചത് പടച്ചോന് ഇഷ്ടമുണ്ടാവില്ല. അതൊരു ജീവനല്ലേ ഐസു? പണത്തിന് വേണ്ടി അത് മുറിച്ചു കളഞ്ഞത് നമ്മുടെ സ്വാർത്ഥത. അടുത്ത കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി നമുക്ക് നിയ്യത്തെടുക്കാം ഇൻഷാ അല്ലാഹ്. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ ദിവസം അവിടെ എത്താൻ നമുക്ക് പടച്ചവനോട് തേടാം. നല്ലൊരു ഹജ്ജ് പെരുന്നാൾ ദിവസമായിട്ട് സുബൈ കള്ളാക്കണ്ട. എഴുന്നേൽക്കയച്ചു, ഞാൻ പള്ളിയിലേക്ക് പോവാം.